ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. കാരണം ഒരേ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള 4 ടൈപ്പ് സാധനങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒന്നൊരു ഹെയർ ജെല്ലാണ്, അതുപോലെ തന്നെ ഫേസ് ജെല്ല്, പിന്നെ ഹെയർ സിറം, അതുപോലെ തന്നെ ഫേസ് സിറം. ഈ 4 കാര്യങ്ങൾ ഒരേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ ഇതെല്ലാം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്, ഒരുപാട് റിസൾട്ട് കിട്ടുന്നതാണ്. നിങ്ങൾ പൈസയൊക്കെ കൊടുത്ത് വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽ അടങ്ങിയിട്ടുള്ള ക്രീമിനേക്കാളും നിങ്ങൾക്ക് റിസൾട്ട് വരുന്നതും സ്കിന്നിന് നല്ലതുമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറാനും പുതിയതായിട്ട് മുടികൾ വളർന്നു വരാനും പിന്നെ മുടിയൊക്കെ നരയ്ക്കാൻ തുടങ്ങിയിട്ടുള്ളവർക്ക് നരയൊക്കെ മാറിയിട്ട് മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും ഒക്കെ സഹായിക്കും. പിന്നെ ഇത് ഫേസ് ജെല്ലായിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ നിറം വർദ്ധിക്കാൻ സഹായിക്കും. പിന്നെ അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താനും പാടുകളൊക്കെ മാറി കിട്ടാനും ഈവൺ ആയിട്ടുള്ള സ്കിൻ ടോൺ കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഫേസ് ജെല്ലാണ്. പിന്നെ നമുക്ക് ഹെയർ സിറവും അതുപോലെ തന്നെ ഫേസ് സിറം ആണ് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതിൻ്റെയും ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയാം. അപ്പം നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് അടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് ചെമ്പരത്തി പൂവാണ്. ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി തന്നെ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. പൊടിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അത്ര തന്നെ ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ അത്ര തന്നെ റിസൾട്ട് കിട്ടില്ല. അപ്പം നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി ഉണ്ടെങ്കിൽ അത് എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടാൻ ഒരു മാർഗ്ഗവും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ചെമ്പരത്തിയുടെ പൊടി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും ചെമ്പരത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ മൊട്ടാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് പൂവായിട്ട് ഇപ്പോൾ മഴ ആയതുകൊണ്ട് പൂവായിട്ട് അങ്ങനെ കിട്ടുന്നില്ല, മൊട്ട ആകുമ്പോൾ തന്നെ കൊഴിഞ്ഞു പോവുകയാണ്. അപ്പം ഞാൻ ഇത്രയും ചെമ്പരത്തി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിൻ്റെ തണ്ടൊക്കെ മാറ്റി കൊടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പം നമ്മൾ ആദ്യം ജെല്ല് ഉണ്ടാക്കി എടുത്തിട്ടാണ് സിറം ഒക്കെ ഉണ്ടാക്കുന്നത്. ഒരൊറ്റ റെസിപ്പി മതി. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടിയും കുറച്ചും ഒക്കെ നമുക്കിത് സിറം ആക്കിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ചെമ്പരത്തി യൂസ് ചെയ്താലുള്ള ഗുണങ്ങൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. മുടിയിൽ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് മുടികൾ വളർന്നു വരാൻ, മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ, മുടിയുടെ ടെക്സ്ചർ നല്ല സ്മൂത്ത് ആവാനും മുടിക്ക് നല്ല തിളക്കം ഉണ്ടാവാനും ഒക്കെ സഹായിക്കും. പിന്നെ നമ്മളിത് മുഖത്ത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള പാടുകളൊക്കെ എളുപ്പം മാറി കിട്ടാൻ നല്ലതാണ്. ഇനിയിപ്പോൾ ചിക്കൻ ബോക്സ് വന്നിട്ടുള്ള പാടുകൾ വരെ വളരെ പെട്ടെന്ന് മാറിക്കിട്ടാൻ ചെമ്പരത്തി അരച്ച് തേക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പിമ്പിൾസിൻ്റെ പാടുകളാണെങ്കിലും വേറെയുള്ള കരിമങ്ങല്യം പോലെയുള്ള പാടുകളാണെങ്കിലും ഒക്കെ മാറിക്കിട്ടാൻ സ്ഥിരമായിട്ട് ചെമ്പരത്തി യൂസ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ സ്കിന്ന് യങ് ആയിട്ടിരിക്കാൻ, ചെറുപ്പം നിലനിർത്താനൊക്കെ സഹായിക്കുന്നതാണ്. അതുകൂടാതെ നമ്മുടെ സ്കിന്ന് നല്ലപോലെ നിറം വയ്ക്കാനും നല്ല സ്മൂത്ത് ആവാനും ഒക്കെ സഹായിക്കുന്ന ഗുണങ്ങളൊക്കെ ഇതിനുണ്ട്. അപ്പോൾ ഞാൻ ചെമ്പരത്തിയുടെ തണ്ടൊക്കെ മാറ്റി കൊടുത്ത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫ്ലാക്സീഡ് ആണ്. എൻ്റെ മിക്ക വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും ഫ്ലാക്സീഡ്. മുടി വളർച്ചയ്ക്കാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതായിട്ടുള്ളതാണ് ഫ്ലാക്സീഡ്. omega-3 ഫാറ്റി ആസിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താൻ സഹായിക്കും. ചുളികളും വരകളും ഒക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ്. ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഫ്ലാക്സീഡ് വെച്ചിട്ട്. ഫ്ലാക്സീഡിന് മലയാളത്തിൽ ചണവിത്ത് എന്നാണ് പറയുന്നത്. പലർക്കും ഇത് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. ഫ്ലാക്സീഡ് തന്നെ നിങ്ങൾ കടയിൽ പോയിട്ട് പറഞ്ഞാൽ മതി. ഇപ്പോൾ എല്ലാ കടകളിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നതിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു പാത്രം എടുക്കാം. ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഫ്ലാക്സീഡും അതുപോലെ തന്നെ ചെമ്പരത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലാക്സീഡ് എടുത്തിട്ടുള്ള അളവ് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഒരു 2 സ്പൂൺ ഫ്ലാക്സീഡാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം മുടിയിൽ യൂസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാനും ഒക്കെയുള്ള ആ ഒരു അളവിലുള്ളതുണ്ട്. ഇനി നമുക്ക് ചെമ്പരത്തി പൂവിൻ്റെ ഇതളുകൾ ഇതുപോലെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യണം നിർബന്ധമില്ല. ഞാൻ കുറച്ചും കൂടെ എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതളുകൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതളുകൾ വേറെ ആക്കാതെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്.
അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങളിപ്പോൾ 1 സ്പൂൺ ഫ്ലാക്സീഡ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ഇത് ജെല്ലായിട്ട് വരാനുള്ള ആ ഒരു അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങളിത് തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. ഫ്ലാക്സീഡ് നമ്മുടെ തീ കൂടുന്നതിനനുസരിച്ച് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാറുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഈ ഒരു വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ജെല്ലിൻ്റെ കളറൊക്കെ മാറിയിട്ട് നമ്മുടെ ചെമ്പരത്തി പൂവിൻ്റെ കളറായിട്ട് വരും. റെഡ് കളർ ചെമ്പരത്തി എടുക്കുമ്പോഴാണ് നമുക്ക് ഇത്ര നല്ല കളറിൽ കിട്ടുന്നത്. വേറെ കളർ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ റെഡ് കളറിൽ ചെമ്പരത്തി തന്നെ എടുക്കുക. അപ്പം ഈ ഒരു കണ്ടീഷനിലായിട്ടുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് നന്നായിട്ട് കുറുകിയിട്ട് വരും. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് അതിൻ്റെ പകുതിയായിട്ട് വരും. അതുമാത്രമല്ല ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒരു ജെല്ലായിട്ട് നമ്മുടെ ഒരു പശയുടെ ഒക്കെ ഒരു പരുവത്തിലായിട്ട് വരും. അപ്പോൾ ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കുകയാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഇഷ്ടം തോന്നുന്ന ഒരു ജെല്ലാണ്. ഇതിൻ്റെ കളർ അങ്ങനെ ആയതുകൊണ്ടും കൂടാണ്. അപ്പോൾ ഞാനിതാ കയ്യിൽ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഈ ഒരു നമ്മൾ ഇറക്കി വെക്കുമ്പോൾ ഇത്രയ്ക്ക് ടൈറ്റ് ആയിട്ടുണ്ടാവില്ല. നമ്മളിത് തണുക്കാനായിട്ട് വെക്കുമ്പോൾ ഇത് ഒന്നും കൂടെ സെറ്റായിട്ട് ജെല്ലിൻ്റെ പരുവത്തിലായിട്ട് കിട്ടും. അപ്പം നിങ്ങൾ ഈ ഒരു ഞാൻ കാണിച്ചിട്ടുള്ള ആ ഒരു പരുവം എത്തുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ നിങ്ങൾ ഇതിൽ കൈയിട്ട് കളിക്കേണ്ട. കൈയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ചീത്തയായി പോകും. നമ്മൾ ഒന്നും ഇടുന്നില്ല, സ്പൂൺ വെച്ചിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 ആഴ്ച വരെയൊക്കെ ഇത് കേടുകൂടാതെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്ന സമയത്തും നമ്മളൊരു ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അരിച്ചെടുക്കുന്നതാണ് നല്ലത്. അരിച്ചെടുക്കാൻ ഏറ്റവും നല്ലത് ഒരു തുണി യൂസ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഷിഫോണിൻ്റെ ടൈപ്പുള്ള ഒരു ഷോൾ വെച്ചിട്ടാണ് ഇത് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് മുഴുവനായിട്ടും തന്നെ കിട്ടും. അപ്പോൾ എനിക്ക് ഇത്രയും ജെല്ലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി സിറം ഒക്കെ ഉണ്ടാക്കുന്നത്. അതിന് മുന്നേ ആയിട്ട് ഹെയർ ജെല്ലായിട്ടും അതുപോലെ തന്നെ ഫേസ് ജെല്ലായിട്ടും നമുക്കിത് ഇങ്ങനെ തന്നെ യൂസ് ചെയ്താൽ മതി. ഇതിലേക്ക് സ്പെഷ്യലായിട്ടൊന്നും ചേർത്ത് കൊടുക്കേണ്ട. ഫേസിൽ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ മുഖമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. രാത്രി സമയത്ത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ നിങ്ങളിനി ഹെയർ ജെല്ലായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിൻ്റെ ഒക്കെ അരമണിക്കൂർ മുന്നേ ആയിട്ട് ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കുക. ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുളിക്കുന്ന സമയത്ത് കഴുകി കളയുക. ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് സിറം ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം. സിറം ഉണ്ടാക്കാൻ ഞാനിവിടെ 1 സ്പൂണ് ഫ്ലാക്സീഡിൻ്റെ ഈ ഒരു ജെല്ലാണ് എടുക്കുന്നത്. അപ്പോൾ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. സിറത്തിൻ്റെ കൺസിസ്റ്റൻസി എപ്പോഴും ഒരു ലിക്വിഡ് പോലെയുള്ള കൺസിസ്റ്റൻസി ആയിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്ന ഏതെങ്കിലും ടോണർ ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ റോസ് വാട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. റോസ് വാട്ടർ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കത് സ്കിന്നിലും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഹെയറിലും യൂസ് ചെയ്യാം. അപ്പം ഹെയർ സിറവും ഫേസ് സിറവും ഒക്കെ ഉണ്ടാക്കാൻ ഒരേ ഇൻഗ്രീഡിയൻസ് മാത്രം എടുത്താൽ മതി. റോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ നമുക്കൊരു ലിക്വിഡിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് കിട്ടും. അതിനുശേഷം നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ദിയൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഓയിൽ ആവശ്യമുള്ളത് ആ ഒരു അളവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ചുരുങ്ങിയത് 1 സ്പൂൺ ഓയിലെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ എസെൻഷ്യൽ ഓയിലും ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും എസെൻഷ്യൽ ഓയിലാണ് നിങ്ങൾ ചേർക്കുന്നത് ണ്ടെങ്കിൽ 1-2 ഡ്രോപ്സ് ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് ഈ ഒരു കളറിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മുടെ ഫേസ് സിറായിട്ട് യൂസ് ചെയ്യാം. ഹെയർ സിറായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സ്കിൻ ഓയിലിന് പകരമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണയോ ഏത് എണ്ണയാണ് നിങ്ങൾ തലയിൽ തേക്കുന്നത് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുത്താൽ മതി.
അപ്പോൾ ഇനി എങ്ങനെയാണ് ഫേസ് സിറം യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ സിറം ഒക്കെ യൂസ് ചെയ്യേണ്ടത് രാത്രി സമയത്താണ്. പിന്നെ ഫേസ് ജെല്ലും ഫേസ് സിറവും നിങ്ങൾ ഒന്നിച്ച് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒന്ന് ഒരു ടൈം യൂസ് ചെയ്താൽ മതി. നിങ്ങൾ രാത്രി സിറം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പകൽ അല്ലെങ്കിൽ ഒരു വൈകുന്നേര സമയത്തൊക്കെ ഫേസ് ജെല്ല് യൂസ് ചെയ്താൽ മതി. ജെല്ല് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം. സിറം യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് തന്നെ അത് വെക്കുന്നതാണ് നല്ലത്. പിറ്റേന്ന് കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് കുറേശ്ശെ ആയിട്ട് എടുത്തിട്ട് നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സ്കിന്ന് ക്ലീൻ ആയിരിക്കണം. അപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഫുള്ളായിട്ട് അബ്സോർബ് ആവുന്നവരെ നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാനായിട്ട് വയ്ക്കുക. ഡ്രൈ ആയതിനു ശേഷം മാത്രം കിടന്നുറങ്ങുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എണീക്കുന്ന സമയത്ത് കഴുകി കളഞ്ഞാൽ മതി. പിന്നെ മുഖക്കുരു വരുന്നവരും ഓയിലി സ്കിന്നുള്ളവരും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓയിൽ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ രാത്രി മുഴുവനായിട്ട് വെക്കണം എന്നില്ല. ചുരുങ്ങിയത് ഒരു മണിക്കൂർ വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഒരു മണിക്കൂർ വെച്ച് കഴിഞ്ഞാലും ഓയിൽ ഉള്ളതുകൊണ്ട് മുഖക്കുരു വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം. ഡ്രൈ സ്കിൻ ഉള്ളവരും പിമ്പിൾസിൻ്റെ പ്രശ്നം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഫേസ് സിറം യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഹെയർ സിറം ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. രാത്രി മുഴുവനായിട്ട് വയ്ക്കാം. കുളിക്കുന്ന സമയത്ത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഇത് രണ്ടും യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലാക്സീഡ് കൊണ്ട് നമുക്കൊരു സ്ക്രബ് ഉണ്ടാക്കാം. അതിന് അടുത്ത വീഡിയോയിൽ കാണിക്കാം. നമുക്ക് ഈ ഒരു സാധനം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കൊന്നും തന്നെ വേസ്റ്റ് ആക്കാനായിട്ടില്ല. അത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ജെല്ല് പിഴിഞ്ഞെടുത്തപ്പോഴുള്ള ആ ഒരു ഫ്ലാക്സീഡ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് വെച്ചിട്ട് സ്ക്രബ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്